ഫ്രണ്ട്സ്, ഏവർക്കും ECL and PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ. ഗ്രാമീൺ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ആറളം. നെക്സ്റ്റ് വൺ. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്ത്? RBI ഡേറ്റ. നെക്സ്റ്റ് വൺ. ചുവടെ പറയുന്നവയിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരല്ല? 79ൻ്റെ ആൻസർ വരുന്നത് B ആണ്. ജ്ഞാനേഷ് കുമാർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. 83. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രസ്താവനകൾ തെറ്റായത് ഏത്? 83ൻ്റെ ആൻസർ C ആണ് തെറ്റായിട്ടുള്ളത്. 1, 2 എന്നിവ. കേരള തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് K-സ്മാർട്ട്. അതുപോലെ തന്നെ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാനം. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ. 89th. കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ്. 89 ആശ്വാസ കിരണം. 93 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.